ഹലോ ചങ്ങായിമാരെ, ടോക്കോ ഷൂട്ടിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും പിരിസത്തിൽ സ്വാഗതം. അപ്പം മറ്റൊന്നല്ല ഗൈസ്, ഞങ്ങളെ സ്വന്തം സ്ലാങ്ങായ കാസർഗോഡ് സ്ലാങ്ങിൽ ഞങ്ങൾ നിങ്ങളെ വെൽക്കം ചെയ്തതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ല സാജി? എങ്ങനെയുണ്ട് സാജി? കാസർഗോഡ് സ്ലാങ്ങിന്റെ ഉസ്താദാണ്. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പം ഞങ്ങൾ വീട്ടിലെല്ലാം ഇങ്ങനെ സംസാരിക്കും കുറേ എല്ലാം. വീട്ടിൽ നാട്ടിലെല്ലാം പോയാലും പിന്നെ ഇതന്നെയാണ്. രണ്ട് പിള്ളേർ നല്ല ഉറക്കില്ലാട്ടാ, ഇസ്രാവും ഇൻഷാവും രണ്ടാളും നല്ല ഉറക്കിലുണ്ട്. വളരെ കാണിച്ചു തരാം. ഇത് മൂവാവുന്നില്ല അങ്ങനെ കണ്ടാ. എന്താ കഥ? പിന്നെ അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അവരില്ലാത്തോണ്ട് ഒരു പഞ്ചില്ല, അവർ ഉറങ്ങുന്നുള്ളതുകൊണ്ട്. ഏത് മജ! ഫുള്ള് റങ്ക് തന്നെ, ഫുള്ള് കളർ, പച്ച കളറിൽ എന്തോ ഒരു ചേലിത് കാണാൻ. ലേക്ക് എപ്പോ ലേക്കിൻ്റെ അപ്പുറത്ത് ഒരു ബിൽഡിങ് കണ്ട എന്തത് ഒരു കൊസി കാണാൻ. ഇവിടെ വേറൊരു മജ്ജ ഉണ്ട് കാണിക്കാൻ. ഇത് ഫുള്ളില്ലേ ബ്ലാക്ക് വാട്ടർ എന്ന് ചെല്ലുക മനസ്സിലായിനാ. ഇവിടുത്തെ ഡ്രെയിനേജ് വെള്ളം ഒന്നുമില്ല, അപ്പുറത്ത് ഡ്രെയിനേജ് വെള്ളം ഒന്നുമില്ലേ, ഇപ്പുറത്ത് ഒരു മജന്നെ പൊൽസന്നെ. എന്ത് ചോദിക്കാനില്ല ഇവിടെ അങ്ങനത്തെ പൽസ്. വേറൊരു കാഴ്ച കാണാനുണ്ട് ഇവിടെ. എന്ത് മജാന്നറിയോ? എന്ത്ര ഇത് മീനിന്റെ ബോക്സ് ഇവിടെ ഇട്ടിട്ടത്. ഒക്കെ ഇതില്ലേ നമ്മളിതില്ലേ എന്ത് പയ്യനെന്തോ ചെല്ലുന്നല്ലോ, കൂട്ടത്തോണി ചെല്ലുന്നു ഞങ്ങൾ കാസർഗോട്ടാറ്. ഇവിടെ എന്ത് ചെല്ലുന്നത് അറിയാം. അപ്പൊ എന്താ അറിയോ, ഇപ്പൊ വീഡിയോ കട്ടായിന്. ഇത് ഞാൻ രണ്ടാമത് പിന്നെ ഷൂട്ടാക്കിന്. എന്താ അറിയോ, സാജില്ലേ ഇവിടെ ജാറിട്ട് വീട്ടി. ഇപ്പൊ ചന്തി കൂട്ടിട്ട് ടപ്പേന്ന് വീട്ടി. എന്ത് ഇത് അല്ല ഞാൻ പറഞ്ഞിട്ടല്ല. ഇപ്പൊ ബാക്കി ഇത് കൂട്ടത്തോണി. ഇതെന്തല്ലോ ചില ഈ നാടോടികളെ പോലത്തെ ആൾക്കാരില്ലേ, ഓറിയുടെ കൂട്ടത്തോടെ വന്നിട്ട് ഇങ്ങനത്തെ തോണിയെല്ലാം എടുത്ത് വന്നിട്ടായിട്ട് ഇങ്ങനത്തെ പുഴയിൽ കയറിയിട്ട് മീൻ പിടിച്ചിട്ട് ഇതാ ഈ ബോക്സിലാക്കിയിട്ടായിട്ട് ഇവിടുത്തെ ചെറിയ മാർക്കറ്റ് റോഡ് സൈഡിലെല്ലാം വെച്ചിട്ട് വിൽക്കുന്നു. കുറേ ആളുണ്ട് ഇപ്പം മേങ്ങാനത്. പക്ഷെ എന്തെങ്കിലുമില്ല, അത് കാണാനൊരു മജയിലല്ലേ. ഒരു 5 ആളെല്ലാം ഇരുത്തിട്ട് പോകുന്നത് ഈ തോണിയിൽ. 5 ആളെല്ലാം ഇരുത്തിട്ട് പോയിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഒരു മീൻ പിടിക്കുന്നു. ബാലയെല്ലാം ഇട്ടിട്ട് ഒരു മജ തന്നെ കാണാൻ. ഞാൻ കണ്ടിനാവും ഇത് നാട്ടിലല്ലോ മുന്നേ. പക്ഷെ ഇത് നോക്ക് നിങ്ങൾ, ലേക്ക് നോക്കിയാൽ എന്തോ ഒരു ചേലല്ലേ, നല്ല ചേലുണ്ട് ഇത്. എന്തോ ഒരു മജ. റെഡിയായി ഗൈസ്, ഒരു പോവാനെല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരിപ്പോൾ എന്തറിയോ, ഇപ്പോൾ ഒരു എല്ലാം സെറ്റാക്കുന്നുണ്ട്. ഒരു ബാഗെല്ലാം അതിൽ ഇട്ടിട്ടായിട്ടില്ല, ചാക്കലയിൽ ഫുൾ ഫില്ലാക്കിയിട്ടായിട്ട് പോകും. ಎಷ್ಟು ಜನ ಹೋಗ್ಬೋದಣ್ಣ ಒಂದಲ್ಲಿ? ಹೌದಾ? ഒരു തോണിയിലില്ലേ, ഒരു തോണിയിൽ തന്നെ 6 ആൾക്കെല്ലാം പോവാന്നല്ലോ. 6 ആളെല്ലാം പോകും ഒരു തോണിയിൽ. പക്ഷേ ഒരു ആകെ 4 ആള്. പക്ഷെ ഒരു വേറെ ഉദ്ദേശം വേറെ അല്ല, ഒരു ഫുള്ള് ബല ഇട്ടിട്ടായിട്ട് വരുന്ന 500 കിലോ ആക്കുമല്ലോ ഇതിൽ. ഒരു തോണിയിൽ 500 കിലോ വരെ ഒരു വെയിറ്റ് വെക്കും. അങ്ങനെ വെക്കാൻ കഴിയുന്നു ചെല്ലുന്നു. നല്ല എക്സ്പീരിയൻസ് എല്ലാം ഉണ്ടാവല്ലോ അവർക്ക്. കുറേ കാലമായിട്ടുണ്ടാവല്ലോ ഇതിൽ തന്നെ. അവർ ഏത് നാട്ടുകാരെന്ന് അറിയില്ല. ഈ ബാംഗ്ലൂർ അറിയാം, അതിന് പുറത്തത്തെ ആൾക്കാരെന്ന് അറിയില്ല. അവർ മെല്ലെ തോണി എടുത്തിട്ടായിട്ട് മൂവായി ഇങ്ങനെ പോകുന്നുണ്ട്. അവർ എന്തോ ഒരു മജ. ഞാൻ ഒറ്റക്കെങ്കിലും കുറേക്ക് മെല്ലെ കയറ്റി പോയരട്ടി കുറച്ചെങ്കിലും. ഇതിപ്പോൾ പിള്ളേരിലുണ്ടെങ്കിൽ എന്ത് നടക്കുകയല്ല. നമുക്ക് അതല്ല ഒന്നാമത് ഫുള്ളില്ലേ ചീച്ചലാവും. ഫുള്ള് മീൻ്റെ എല്ലാം മണം ഉണ്ടാവും അതിൽ. എന്തോ ഒരു മജ ഉണ്ടാവും ഒക്കെ പോകുന്നതാണ്. രണ്ടാൾ 2 സൈഡിലായിട്ട് പോകുന്നത്. എന്നിട്ട് അടങ്ക് ഇടും. ഒരു സെൻട്രൽ അടങ്ക് പിടിച്ചിട്ടായിട്ട് അവിടെ ബല ഇടും. ഇത് മജ ഗൈസ്, നല്ല ഉണ്ട് ഇത് കാണാൻ. ഇത് എടുത്തിട്ട് അങ്ങനെ നഷ്ടം. അത് കുറച്ച് റിസ്ക് എടുത്തിട്ട് തന്നെ ഞാൻ കുറച്ച് താഴേക്ക് പോയിട്ട് എടുക്കുന്നത്. വീണെങ്കിലേ നമുക്ക് 2 ആൾ വെള്ളത്തിൽ കാണാം. ഞാനും ക്യാമറക്കൊപ്പം ഞാനും ചാടുന്ന. നമ്മളൊരു ചങ്ങായി ഉണ്ട് ഇവിടെ, പുല്ലരിനുണ്ട്. എന്തിനറിയോ, അവന് പയ്യുണ്ടാവും. പയ്യെന്ന് വെച്ചില്ലെങ്കിൽ ഈ പശു ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടായിരിക്കും.
നമുക്ക് ചോദിക്കുന്നു ಅವನೋಡು ಅಣ್ಣ ಯಾಕೆ ಮಾಡ್ತಾರೆ ಇದು ಕುದುರೆ ಇದೆಯಾ ನಿಮಗೆ? ಹೌದಾ? ಮತ್ತೆ ನಿಮ್ಗೇನು ಸಿಗುತ್ತೆ? 100 ರೂಪಾಯಿ ಅಷ್ಟೇ. ಎಷ್ಟು ಕೊಡ್ಬೇಕು ಅವ್ರಿಗೆ? ಎಷ್ಟು ತುಂಬ ಕೊಡ್ಬೇಕಾ? നല്ല ചേലുണ്ടാവുക ഇവിടെ. ഞാൻ മുമ്പ് ഇതിൻ്റെ ഈ റോട്ടിലെല്ലാം പോയിട്ടുണ്ടെങ്കിലില്ല, ഞാൻ ഫസ്റ്റ് ടൈം ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം വന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ചേലുണ്ട് ഇടാവ. ഞാൻ നിരീക്ഷിച്ചിട്ട് ഇത്ര നല്ല ചേലുണ്ടാവുന്നു, പക്ഷെ ചേലുണ്ട് ഇട. അപ്പോൾ ഇല്ല എന്തറിയോ ഞാൻ ചെല്ലിയത് ഇപ്പോൾ ലാസ്റ്റ് ചെല്ലിയിട്ട് ഇവിടെ കാലത്തെ വരണം. കാലത്തെ വന്നെങ്കിൽ ഫുള്ള് ജോഗിങ്ങിൻ്റെ എല്ലാ ആൾക്കാരും ഇവിടെ ഫുള്ള് എത്ര ആളുണ്ടാവും ജോഗിങ്ങിന് വേണ്ടിയിട്ട് വന്നിട്ട് ഇവിടെ. കണ്ണ് മൂട്ടക്കെല്ലാം വെയിൽ കുത്തുന്നു ഇപ്പോൾ ഇവിടെ നടക്കുമ്പോൾ. അല്ല എന്നെങ്കിലും ഇപ്പുറം നല്ല മജയുള്ള ലേക്ക്, അതിൻ്റെ ഇപ്പുറത്ത് അങ്ങനെ തന്നെ മോരി എന്ത് ചെല്ലുന്നതിനെ ഈ ഒഴുകുചാലില്ല, ഒഴുകുചാൽ അത് അതിനെ മോരി നല്ല ചെല്ലുന്നു, കട്ട മോരി നല്ല ചെല്ലു. അപ്പോൾ അതുണ്ട് അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ആയിട്ട്. അതന്നെ ഇതിൻ്റെ ഒരു കാണാനൊരു ചേലില്ലാത്ത അത് കുറച്ച് സ്മെല്ലെല്ലാം വരുന്നത്. അപ്പം അതിൻ്റെ എപ്പോ 2 കാവൽ ഭടന്മാരുണ്ടല്ലോ ഇടാ. എന്ത് ഉറങ്ങുന്നേ? ഡേ ഡ്യൂട്ടിയല്ലേ നിങ്ങൾക്ക്? നിങ്ങൾ ഈ പകൽ ഇങ്ങനെ കിടത്തിട്ട് ഉറങ്ങിയെങ്കിൽ എങ്ങനെ ആര് നോക്കുന്ന? ഞാൻ അങ്ങനെ എന്നല്ല ചോദിച്ചത്, ഞാൻ കേട്ടത് ഇപ്പം സംഗതി കേട്ടത്. നിങ്ങൾ ഇങ്ങനെ ചൂടാന്ന് എന്തിനാ? ആയി ഡ്യൂട്ടി ഉറങ്ങിക്കോ. ഡ്യൂട്ടി ഒന്നും എടുക്കണ്ട, നിങ്ങൾ ഉറങ്ങിക്കോ. നല്ല ഉണ്ട്, നല്ല ബെൽത് ഇത് കാണാൻ, ബെൽതുണ്ട് ഇത്. ഇത് മാത്രമല്ല, ഇവിടത്തേക്ക് തീർന്നിട്ടാ. നിങ്ങൾ ആ ബിൽഡിങ് കാണുന്നില്ലേ? അതായത് ഇത് കാണുന്നില്ലേ? അടുത്തേക്ക് തീർന്നിട്ടാ. അതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട് ഒരു ദീപല്ല പോലെ ഉണ്ട് ചുറ്റിയിട്ട് ഇങ്ങനെ വന്നിട്ട് വെള്ളം. അപ്പോൾ അങ്ങനെ ഫുള്ള് കാണിക്കണമെങ്കിൽ ഫുള്ള് ചുറ്റിയിട്ട് തന്നെ കാണിക്കണം. അതിനിപ്പോൾ കയ്യൊന്നും നമുക്ക് തോന്നുന്നില്ല. ഇവർ 2 ആളില്ല നല്ല വിഷയം പറയുന്നുണ്ട്. എന്തറിയോ ഒരു എക്സ്പ്ലെയിൻ ആക്കുന്നുണ്ട്. ഇത് നമ്മൾ ആടെ കണ്ട നമ്മളെ നാട്ടിൽ കണ്ടതല്ല, ഇത് ഇവിടെ ടൈഗറിനെല്ലാം കണ്ടിട്ട് നല്ല ചെല്ലുന്നു. എന്തോ ഇവർ ഏടെ കണ്ടിനാ എന്താ ടൈഗറിനെ? എന്തോ ഒരു മര കാണുന്നുണ്ട് ഇവിടെ. ഇതിൽ ഫുള്ള് കുറച്ച് കായ് പിടിച്ചിന്, എന്തെല്ലാം കായ് പിടിച്ചിട്ടുണ്ട് ഇതിൽ. സാജി ഏത് തള്ളുന്നറിയോ? സാജിന്തറിയല്ലോ ഓള് പണ്ട് സ്കൂളിലെല്ലാം പോയിട്ടാകുമ്പോൾ ഇതെല്ലാം പൊട്ടിച്ചിട്ട് തിന്നലുണ്ടല്ലോ. എനിക്കറിയാതെ ഇങ്ങനെ തിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബാക്കിയാണ് ഇവിടെ. എന്തെല്ലാം ചെല്ലുന്നോള് കഥ. എന്ത് സാജി അല്ല കൊടുത്തരണ്ടാ? നിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എൻ്റെ ഇടുന്ന് കൊടുത്തരണ്ട, പിള്ളേർക്ക് കൊടുത്തരണ്ട. ഗുദാ ഗവ പക്ഷെ ഇങ്ങനെ കാണിച്ചെങ്കിൽ നിങ്ങൾക്ക് അത്ര ഒരു മജ കിട്ടുമെന്ന് എനിക്കറിയുന്നില്ല. പക്ഷെ കാണുമ്പോൾ ഇല്ല, ലൈവ് കാണുമ്പോൾ എന്തോ ഒരു ചെയ്യലുണ്ട്, മജ. വേറെ എന്തറിയോ, ഇവിടുത്തെ ബാംഗ്ലൂരിൽ എല്ലാ പാർക്കിലും ഉണ്ടാവും ഇങ്ങനത്തെ ഇങ്ങനത്തെ കാഴ്ച ഉണ്ടാവും. ഇങ്ങനെ എക്സസൈസ് എല്ലാം ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് എല്ലാ പാർക്കിലും ഉണ്ടാക്കിയിട്ട് വെക്കുന്നത്. എന്തെല്ലാം ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ കുറച്ച് മാത്രം കാണുന്നത്, അപ്പുറത്തെല്ലാം കാണുന്നുണ്ട്. ശരി വെക്കു അപ്പുറത്തെല്ലാം ഉണ്ട്. നമുക്ക് പോവാർക്ക് അന്ന് ഫസ്റ്റ് നമുക്ക് ഇത് ജസ്റ്റ് നോക്കാം. ഇസ്ര എന്തൊക്കെ എന്താ ട്രൈ ആക്കുന്ന പരിപാടിയോള് നോക്ക്. അറിയോ എനിക്ക് ഇസ്ര? എനിക്ക് അറിയുന്ന ബാബ ഹെൽപ്പ് ആക്കണേ നിന്നെ. ഇച്ചാ എന്താക്കുന്ന ഇച്ചാ നീ? കുതിരയത് കുതിരയിലിരിക്കുന്ന പോലല്ല ഇരുന്നിട്ടുള്ള നീ. സാജി നീ ഡൊമ കാണിക്കുന്ന സാജി? ഇപ്പം കാണിച്ചറ് നല്ല ഫിറ്റ് ആവല്ലോ ബാറ്. ഓൾറെഡി ഇത് കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ 6 പാക്ക് ആക്കാൻ വേണ്ടി നമുക്കൊരു മോട്ടിവേഷൻ തന്നതോറ് ഡിസൈനിൽ. ഫുള്ള് വെള്ളമുണ്ട്. എന്തെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഡമ കാണിക്കുന്നത് ഇങ്ങനെ ഹോൾഡ് ആക്കുന്നത് ഇവിടെ. ഫസ്റ്റ് കുറച്ച് ഇങ്ങോട്ട് വന്നില്ല സാജി, ഇങ്ങനെ കറക്റ്റ് അല്ലേ? ഇങ്ങനെ ഹോൾഡ് ആക്കിയിട്ടായിട്ട് ശരിയാവുന്നില്ലപ്പാ, വെറുതെ നമുക്കിതൊന്നും സെറ്റ് ആവാലോ. ഞാൻ എന്തെല്ലാം ചെല്ലുന്നുണ്ട് നിങ്ങളോട്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നു? കാസർഗോഡ് അല്ലാണ്ട് കാസർഗോഡിൻ്റെ പുറത്തുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാണെന്ന് എനിക്കറിയുന്നില്ല. പക്ഷേ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ച് കേട്ടെങ്കിൽ ചിലപ്പോൾ കുറേ എല്ലാം മനസ്സിലാവും. കണ്ടാ ഇപ്പൊ കുറച്ചില്ലേ, കുറച്ച് ഇങ്ങനെ സണ്ണ് ഇങ്ങനെ താണിട്ടാകുമ്പോ ഇല്ലേ? അതന്നെ മോന്തി, അതന്നെ സണ്ണ് താണെങ്കിൽ തന്നെയല്ലേ മോന്തി. അപ്പൊ എന്തോ ഒരു ചെല് കാണാൻ. കണ്ടാ ഫുള്ള് ആകാശമെല്ലാം നോക്കിയേ. അപ്പോ നമ്മളെ നേരത്തെ ചങ്ങായില്ലേ പുല്ല് പറിച്ചിട്ട് കൊണ്ടുവന്നതാ. ഇത്ര പുല്ല് കൊണ്ടെങ്കിൽ ഓന് 100 രൂപ കിട്ടുമെന്ന് ചെല്ലിയത്. ഓന് ഇങ്ങനത്തെ ഒരു 5 കെട്ടെല്ലാം ഓന് പറിക്കാൻ ഏകദേശം ഒരു 4 മണിക്കൂർ മാക്സിമം മതി. 500 രൂപയോ എന്തോ ബിന്ത. വീഡിയോ ഇഷ്ടമായെങ്കിൽ ബെല്ലും സബ്ബെല്ലാം ഞെക്കിയിട്ട്
ഒന്ന് സപ്പോർട്ട് ആക്കിറവേ. You stick around.